രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ. ടാറ്റ പവർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.5% ഉയർന്ന് 452 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.12, ഡിവിഡൻഡ് ഈൽഡ് 0.4%. ടാറ്റ പവറിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി മെട്രോപൊളിറ്റൻ സിറ്റികളായ മുംബൈ, അഹമ്മദാബാദ്, ഡൽഹി, ബാംഗ്ലൂർ, ജമ്മു, ശ്രീനഗർ, ലക്നൗ, ഗോവ തുടങ്ങിയ സിറ്റികളിൽ 850-ലധികം ചാർജിംഗ് പോയിന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻഡെക്സ് 7% റിട്ടേൺ നൽകിയപ്പോൾ ടാറ്റ പവർ 35%-നടുത്ത് റിട്ടേൺ നൽകി. ടാറ്റ പവറിൻ്റെ 52 വീക്ക് ഹൈ 464. ടാറ്റ പവർ 180 മുതൽ 240 കിലോവാട്ട് ശേഷിയുള്ള ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫീച്ചറുകളാണ് മുകളിൽ പറഞ്ഞ സിറ്റികളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഡൽഹി പോലുള്ള സിറ്റികളിൽ ഇ ബസിൻ്റെ പ്രസൻസ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ടാറ്റ പവറിൻ്റെ എക്സിസ്റ്റിംഗ് EV ചാർജിംഗ് പോയിന്റുകളെ ഡൽഹി ഇ ബസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് വരും സമയങ്ങളിൽ ബാംഗ്ലൂർ, മുംബൈ, അഹമ്മദാബാദ്, ജമ്മു, ശ്രീനഗർ പോലുള്ള നഗരങ്ങൾ പിന്തുടരും എന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത്. ടാറ്റ പവറിന് ICICI സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 490 രൂപയുടെ ടാർഗറ്റും നൽകി. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് മാർക്കറ്റിലെ ഫസ്റ്റ് മൂവർ കമ്പനി ആയതുകൊണ്ട് കമ്പനിക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും എന്നാണ് ICICI സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ടാറ്റ പവർ എന്ന കമ്പനിയുടെ ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ നമ്മൾക്ക് അസറ്റ് ഹെവി ബിസിനസ്സും അസറ്റ് ലൈറ്റ് ബിസിനസ്സും കമ്പനി മാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 3000 കോടി രൂപ ജനറേറ്റ് ചെയ്യുന്ന 4.5 ഗിഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി അസറ്റാണ് ടാറ്റ പവർ എന്ന കമ്പനി മാൻ ചെയ്യുന്നത്. വരുന്ന 2 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 5.5 ഗിഗാവാട്ടായി ഉയർത്താനും കമ്പനിക്ക് ലക്ഷ്യമുണ്ട്. ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ടാറ്റ പവറിന് 445, 430, 420 തുടങ്ങിയ ലെവലുകളിലാണ് സപ്പോർട്ട്. 460 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. ഏഞ്ചൽ വണ്ണിൻ്റെ അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ഹയർ സൈഡിൽ ദീർഘകാലം കൺസോൾഡേറ്റ് ചെയ്തതുകൊണ്ട് 460 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. 460 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ 480 വരെയുള്ള അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അതേസമയം സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ കറക്റ്റ് ആവുകയാണെങ്കിൽ 430, 420 തുടങ്ങിയ ലെവലുകളിൽ സപ്പോർട്ടുണ്ട്. ഇവിടെ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കാവുന്നതാണ്. റെലീഗർ ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ സ്റ്റോക്ക് 470 രൂപ വരെ ഉയരുമെന്ന് പറയുന്നു. 445 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ട്രേഡേഴ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആനന്ദ് റാട്ടി റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 445 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും 460 പ്രധാന റെസിസ്റ്റൻസുമാണ്. 460 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ 475, 485 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. അതുപോലെ തന്നെ 445 എന്ന സപ്പോർട്ട് ലോസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് 430, 420 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിയേക്കും. സ്റ്റോക്കിനെ 460 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുന്നവർ 445 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേസമയം സ്റ്റോക്കിനെ സപ്പോർട്ട് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റോക്ക് 440, 430, 420 തുടങ്ങിയ ലെവലുകളിൽ എത്തുമ്പോൾ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡിക്സൺ ടെക്നോളജിയുമായി റിലേറ്റഡ് ആണ്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5.2% ഉയർന്ന് 10,858-ലെത്തി. 64,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 173. ഡിക്സൺ ടെക്നോളജി 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ പരിഗണിക്കാനോ ആവശ്യപ്പെടുന്നില്ല. അതേസമയം ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാനേജ്മെൻറ്റ് പുറത്തുവിട്ട ഡേറ്റ പരിഗണിച്ചാണ്. ഏകദേശം 1500 മുതൽ 1800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിനും കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലും വരുന്ന 3 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ വർഷം മാത്രം ഇൻറ്റേർണൽ ആക്വറൽസ് വഴി 500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്സൺ ടെക്നോളജി നടത്തിയേക്കും. കൂടാതെ വലിയ അക്വിസിഷന് വേണ്ടി കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാനും മടിയില്ലെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. കമ്പനിയുടെ 1/3 ക്യാപെക്സ് കമ്പനി ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിൽ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി കമ്പനി അതിൻ്റെ ബാലൻസ് ഷീറ്റ് മെച്ചപ്പെടുത്താനും ആൾറെഡി കമ്പനി ഡെപ്റ്റ് ഫ്രീ ആയതുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഫണ്ട് റൈസ് ചെയ്യാനും കമ്പനിക്ക് സാധ്യമാകും. 60 മുതൽ 65% ക്യാപെക്സ് മൊബൈൽ ഫോൺ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയും 180 മുതൽ 200 കോടി രൂപ കമ്പനി ഡിസ്പ്ലേ മൊഡ്യൂൾസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കും. കൂടാതെ ഇലക്ട്രോണിക്സ് മൊഡ്യൂൾസ് മാനുഫാക്ചർ ചെയ്യുന്നത് വഴി കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിലേക്ക് എൻട്രി ചെയ്യാനും സാധ്യതയുണ്ട്.
എൻഡ് പ്രോഡക്റ്റുകൾ സെൽ ചെയ്യുന്നതിനും HKC കോർപ്പറേഷൻ്റെ പ്രോഡക്റ്റുകൾ സെൽ ചെയ്യുന്നതിനും വേണ്ടി കമ്പനി ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനി HKC ഗ്രൂപ്പുമായി ചേർന്ന് ഒരു ഡീലിലെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ റവന്യൂ 45% ഉയർന്ന് 17,713 കോടിയായി മാറുകയും പ്രോഫിറ്റ് 47% ഉയർന്ന് 375 കോടിയായി ഉയരുകയും ചെയ്തു. വരും സമയങ്ങളിലും 30 മുതൽ 40% ഗ്രോത്ത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഹൈ എൻഡ് പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്കും കമ്പനി കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡിക്സൺ ടെക്നോളജിയുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതായത് ഏകദേശം 40 മില്യൺ ഫീച്ചർ ഫോണുകളും 45 മില്യൺ സ്മാർട്ട് ഫോണുകളും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണുള്ളത്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിവിഷൻ മാനുഫാക്ചറിംഗ് കമ്പനിയും ഡിക്സൺ ടെക്നോളജിയാണ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന 10% റെഫ്രിജറേറ്ററും ഡിക്സൺ ടെക്നോളജിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സ്റ്റോക്ക് 6,500 രൂപ എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം 10,858 വരെ എത്തി. ഇതുവരെയും സ്റ്റോക്കിൽ ഒരു കറക്ഷനോ കൺസോൾട്ടേഷനോ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സ്റ്റോക്കിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കാവുന്നതാണ്. സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുമ്പോഴോ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോഴോ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് സ്റ്റോക്കിൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്